നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. ഞങ്ങളൊന്ന് അയറമോളെ കൊണ്ടൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. വേറെ എങ്ങോട്ടൊന്നുമല്ല, നമ്മളൊന്ന് ബീച്ച് വരെ പോയിട്ട് അയറാനെ ഒന്ന് നടത്തിക്കാമെന്ന് വിചാരിച്ചു. നിർഭാഗ്യവശാൽ ബീച്ച് എത്തുമ്പോഴേക്കും മഴ തുടങ്ങി. കടൽ നല്ല ശക്തിയായിട്ടാണ് കേട്ടോ വേവ്സ് ഒക്കെ വന്നിരുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇറങ്ങാൻ ഇച്ചിരി പേടിയുണ്ടായിരുന്നു. പിന്നെ ഏതായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് നെല്ലിക്ക ഉപ്പിലിട്ടതും മാങ്ങ ഉപ്പിലിട്ടതൊക്കെ ഒന്ന് വാങ്ങിച്ചു. കാറിലിരുന്ന് തന്നെ കഴിക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ മഴയൊക്കെ ഒന്ന് തോർന്നൊന്ന് സെറ്റായപ്പോൾ ഞങ്ങൾ അയറാനായിട്ട് ഇറങ്ങിയതാണ്. ഇതാണ് നമ്മുടെ ചാവക്കാട് ബീച്ചിൻ്റെ ഒരു അവസ്ഥ. അയറാനെ താഴത്തൊന്നും വെക്കാൻ ഈ ഡോഗ്സ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അയറയാണെങ്കിൽ പേടിച്ചിട്ട് പാവം ലീനയുടെ കയ്യിൽ തന്നെ ഇരിക്കുകയായിരുന്നു. തീരെ താഴത്തേക്ക് ഇറങ്ങാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഏതായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് നമ്മുടെ ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി പോയിട്ടോ. നമ്മുടെ ഗുരുവായൂർ ഇപ്പോൾ ഫേമസ് ആയിട്ട് ഒരു ഇഡ്ഡലിയുടെ കട തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാലോ അല്ലേ. അവിടേക്കാണ് ഞങ്ങൾ ഇഡ്ഡലി കഴിക്കാനായിട്ട് പോയത്. അപ്പോൾ ഇഡ്ഡലിയുടെ മെനു ഇതൊക്കെയാണ്. അവർ വന്നേരാൻ കുറച്ച് ലേറ്റായിട്ട് 9 മണിക്കൊക്കെയാണ് കട ഓപ്പൺ ആയത്. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു. നമ്മുടെ പേരൊക്കെ വിളിച്ചിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത്. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയത് പൊടി ഇഡ്ഡലിയാണ്. അത് അമ്മൂതിയും ഉമ്മയും കൂടെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉപ്പ ഓർഡർ ചെയ്തത് വടയും ദോശയായിരുന്നു. അതും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഓർഡർ ചെയ്തത് ഞങ്ങൾ സ്മോൾ ഇഡ്ഡലിയില്ലേ, കുഞ്ഞിഡ്ഡലിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് സാമ്പാറിൽ മുക്കിയിട്ട് അതുമാണ് കഴിക്കാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഞങ്ങളുടെ വൈബ് സിസ്റ്റർ, നൈസ് എന്നാണ് പറയുന്നത്. എൻ്റെ ഉപ്പ ഹൗസ് ദോശ വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ ഇഡ്ഡലി വൈബും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് ആഷിക തിരിച്ച് ദുബായിലോട്ട് പോവുകയാണ്. ആളുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ നാട്ടിൽ നിന്നിരുന്നു, അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ട്. അതുപോലെ ഇപ്രാവശ്യം ഞാനും മോനും കൂടെ പോകുന്നില്ല. ഞങ്ങൾക്ക് കുറച്ച് ദിവസം കൂടി ലീവ് ഉണ്ട്. അത് കാരണം കൊണ്ട് അതും കൂടെ കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.